കലിപ്പനി ചായന്റെ കുറുമ്പി പെണ്ണ്. രചന നുസൈബ ഷമീർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. കാഞ്ഞിരപ്പള്ളി ടൗണിന്റെ തിരക്കുകളിൽ നിന്ന് അല്പം മാറി പച്ചവുതച്ച വലിയ റബ്ബർ തോട്ടങ്ങൾക്ക് നടുവിലാണ് പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്ന മാളിയേക്കൽ തറവാട്. ആ വീടിന്റെ വിശാലമായ ഉമ്മർത്തിരുന്ന് ചൂടുപുകയുന്ന കട്ടൻ ചായയും കുടിച്ച് മനോരമാപത്രം നിവർത്തി പിടിച്ചിരിക്കുകയാണ് മാളിയേക്കൽ കുടുംബത്തിലെ മൂത്ത മകൻ ആദം ജോൺ മാളിയേക്കൽ. കട്ടിമീശയും ഒതുക്കി നിർത്തിയ താടിയും കറുത്ത ഷർട്ടും ജീൻസും ധരിച്ച ആദത്ത് കണ്ടാൽ ആരുമൊന്ന് നോക്കിപ്പോവും. നാട്ടുകാർക്ക് അവൻ ആദമിച്ചായനാണ്. ആള് കട്ട ഗൗരവക്കാരനാണ്. ആവശ്യമില്ലാതെ ആരുടെയും മുഖത്തോകിച്ചിരിക്കുന്ന സ്വഭാവമേ അവനില്ല. സ്വന്തമായി നടത്തുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയും റബ്ബർ ബിസിനസ്സും ഒക്കെയായി ചെറുപ്പത്തിൽ തന്നെ വിജയക്കോടി പാറിച്ച ഒരു തനി അച്ചായൻ ലുക്ക്. എടാ ആദമേ, നീ ആ പത്രം അവിടെ വെച്ചിട്ട് ഇങ്ങോട്ടൊന്ന് വന്നേ. അകത്തുനിന്ന് അമ്മച്ചി മറിയാമ്മയുടെ വിളി വന്നപ്പോഴാണ് ആദം പത്രത്തിൽ നിന്ന് കണ്ണെടുക്കുന്നത്. എന്നതാ അമ്മച്ചി, ഞാനിപ്പോൾ ഇറങ്ങും, സൈറ്റ് വരെ ഒന്ന് പോകാനുണ്ട്. ആദം പതുക്കെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു. അതിനല്ലടാ, നമ്മുടെ തൊട്ടപ്പുറത്തെ വലിയ ബംഗ്ലാവ് കണ്ടില്ലേ, വർഷങ്ങളായി പൂട്ടിക്കിടന്ന്. അത് വിറ്റുപോയി. ഇന്ന് അവിടെ പുതിയ താമസക്കാർ വരുന്നുണ്ട്. വർഗീസ് സാറും കുടുംബമാണ്. കസ്റ്റംസിൽ നിന്ന് റിട്ടയർ ചെയ്താ. നമുക്ക് വൈകിട്ട് അവിടെ വരെ ഒന്ന് പോയേച്ചും വരാം. അതിനെന്താ അമ്മച്ചി നോക്കോ? എനിക്ക് വൈകിട്ട് കുറച്ച് ബിസിനസ് തിരക്കുകളുണ്ട്. നീ വലിയ ബിസിനസ്സുകാരനാണെന്നൊക്കെ എനിക്കറിയാടാ. പക്ഷെ അയൽപ്പക്കത്ത് ആര് വന്നാലും നീ ഇങ്ങനെ മുഖം കറുപ്പിച്ചാർന്നാൽ ശരിയാവില്ല. വൈകിട്ട് എൻ്റെ കൂടെ വരണം, കേട്ടല്ലോ. അമ്മ ഒരൽപ്പം ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞു. നാട്ടിലെത്ര വലിയ കൊമ്പനാണെങ്കിലും വീട്ടിൽ അമ്മച്ചിയെ പേടിയായതുകൊണ്ട് ആദ്യ സമ്മതമെന്നോണം പതുക്കെ തലയാട്ടി. അതേസമയം ഒരൽപ്പം അകലെ നിന്നൊരു ചുവന്ന സ്വിഫ്റ്റ് കാർ മാളിയേക്കൽ തറവാടിന് തൊട്ടടുത്തുള്ള ആ വലിയ ബംഗ്ലാവിലേക്ക് ഹോണടിച്ച് കയറി വന്നു. വണ്ടി നിന്ന് തീരുന്നതിന് മുമ്പേ ഫ്രണ്ട് സീറ്റിലെ ഡോറിൽ നിന്ന് പുറത്തേക്ക് ചാടിയത് അവളായിരുന്നു, സാറ വർഗീസ്. വട്ടമുഖവും വിടർന്ന കാന്തക്കണ്ണുകളും തോളൊപ്പം വെട്ടിയ ചുരുണ്ട മുടിയുമുള്ള ഒരു 22-കാരി. ചുറ്റുമുള്ള ഭംഗി കണ്ട് ആസ്വദിച്ച് ആൾക്കൈകൾ വായിൽ വീശി ഉറക്കി വിളിച്ചു പറഞ്ഞു. അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ തട്ടകം. അടിപൊളി, സൂപ്പർ. എടി സാറ, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ, അപ്പോഴേക്കും പാളം തുടങ്ങിയോ? ആ പെട്ടികളൊക്കെ എടുത്തൊക്കെ ഞങ്ങളൊന്ന് സഹായിക്കടി. കാറിന്റെ ബാക്ക് സീറ്റിൽ നിന്ന് അവിടെ ക്രൈം പാർട്ട്നേഴ്സായ മരിയയും മാനും തല പുറത്തേക്കിട്ട് പരാതിപ്പെട്ടു. അതെ, സാറ് എവിടെ പോയാലും ഈ 2 തള്ളിപ്പൊളി കൂട്ടുകാരികളും കൂടെ ഉണ്ടാവും. കോളേജ് ലൈഫ് കഴിഞ്ഞെങ്കിലും ഇവരുടെ തള്ളിപ്പൊളി സൗഹൃദത്തിന് ഒരു കുറവില്ലായിരുന്നു. സാറയുടെ കുടുംബം പുതിയ വീട്ടിലേക്ക് മാറുന്നു എന്ന് കേട്ടപ്പോഴേ സഹായിക്കാനെന്ന വ്യാജേന അടിച്ചു പൊളിക്കാനും വായി നോക്കാനും ഓടിയെത്തിയതാണ് മരിയയും മാനും. ഈ മരിയെ ആനെ, നിങ്ങളൊന്ന് ഇറങ്ങിക്കേ. പെട്ടിയൊക്കെ പിന്നെ വെക്കാം. നമുക്ക് ആദ്യം ഈ വീടും പരിസരവും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. സാറ് അവരുടെ കൈയും പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. എടി സാറേ, ദേ നിന്റെ അമ്മച്ചിയുടെ ഇതിന് നമ്മൾ ഓടിക്കും. ആൻ പേടിയോടെ ചുറ്റും നോക്കി. അമ്മച്ചി അകത്ത് സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്ന തിരക്കിലാ മോളെ. നീ ആ മതിലുണ്ടോ? അതിൻ്റെ അപ്പുറം നല്ല കിടില റബ്ബർ തോട്ടം, ഒരു വലിയ തറവാട് വീടും കാണാം. അത് ആരുടെ വീടായിരിക്കും? ആകാംക്ഷ അടക്കാനാവാതെ സാറ മതിലേക്ക് വലിഞ്ഞേറി നോക്കാൻ ശ്രമിച്ചു. അത് ആരുടെ വീടായാലും ശരി, നീ അങ്ങോട്ട് നോക്കിക്കാൻ വന്ന് ഈ പെട്ടിയെടുക്കാൻ നോക്ക്. മരിയ സാറയുടെ ജീൻസിൽ പിടിച്ച് താഴേക്ക് വലിച്ചു. വൈകുന്നേരം ആയപ്പോഴേക്കും മാളിയേക്കൽ തറവാട്ടിൽ നിന്ന് അമ്മ മറിയാമ്മയും കൂടെ കട്ട ഗൗരവത്തിൽ ആദവും വർഗീസ് സാറിന്റെ വീട്ടിലേക്ക് ചെന്നു. ആദ്യത്തിന് വരാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അവൻ പതിവ് പോലെ ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. വർഗീസ് സാറും ഭാര്യയും അവരെ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചു. ഹാളിൽ നിന്ന് മുതിർന്നവർ വിശേഷങ്ങൾ പങ്കുവെക്കുമ്പോൾ അകത്ത് മുറിയിൽ നിന്ന് സാറയുടെയും മരിയുടെയും മാനിന്റെയും അടക്കി പിടിച്ച ചിരിയും ബഹളവും കേൾക്കാമായിരുന്നു. അതെന്റെ മോളവളുടെ കൂട്ടുകാരികളാ, എപ്പോഴും ഇതുപോലെ ബഹളാ, വീടൊന്നും അടങ്ങിയിരിക്കില്ല. വർഗീസ് സാറ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് അകത്തുനിന്ന് സാറ ചായ ട്രേയുമായി ഹാളിലേക്ക് വന്ന് കയ്യിൽ ചായ ഗ്ലാസുകളുമായി വന്ന സാറയുടെ കണ്ണുകൾ ചെന്നിന്ന് ഫോണിൽ തന്നെ കണ്ണിട്ടിരിക്കുന്ന ആദത്തിലാണ്. കറുത്ത ഷർട്ടിൽ കട്ട ലുക്കിൽ ആൺസിംഹത്തെ പോലെ ഇരിക്കുന്ന ആദത്തെ കണ്ടപ്പോൾ സാറയുടെ ഉള്ളിൽ പതിവ് ആ കുറുമുണർന്നു. ഇയാൾക്ക് ചിരിക്കാനറിയില്ലേ? എന്തൊരു ഗൗരവമാ, സാറ മനസ്സിൽ വിചാരിച്ചു. ആൾ ചായ ട്രേ ആദത്തിന് നേർക്ക് നീട്ടി. ചായ എടുക്കി ചായോ? സാറ ഒരു കള്ളച്ചിരിയോടെ ഒരൽപ്പം കുറുമ്പോടെ പറഞ്ഞു. ആദം ഫോണിൽ നിന്ന് കണ്ണെടുത്ത് സാറയെ നോക്കി. ആളുടെ ആ ഇച്ചായ എന്ന വിളിയും കള്ളക്കണ്ണുകളും മുഖത്തെ വികൃതിയും കണ്ടപ്പോൾ ആദത്തിന് എന്തോ ഒരു അപരിചിതത്വം തോന്നി. അവൻ ഗൗരവം ഒട്ടും വിടാതെ ട്രെയിൽ നിന്നൊരു ചായ ഗ്ലാസ് എടുത്തു. പക്ഷേ ചായ എടുക്കുന്ന ആ സെക്കൻഡിൽ സാറയുടെ കൈ അബദ്ധത്തിലൊന്നും തട്ടി. അയ്യോ! സാറ് ഞെട്ടി നിലവിളിച്ചു. ആദത്തിന്റെ കയ്യിൽ നിന്ന് ആ തിളച്ചു മറിഞ്ഞ ചൂടുള്ള കട്ടൻ ചായ നേരെ അവന്റെ വില കൂടിയ കറുത്ത ഷർട്ടിലേക്ക് മറിഞ്ഞു. എന്താണ് താനീ കാണിക്കുന്നത്? ആദം ദേഷ്യം കൊണ്ട് കൺട്രോൾ പോയി ചാടി എഴുന്നേറ്റു. അവന്റെ ആ ഗാംഭീര്യമുള്ള ശബ്ദം കേട്ട് ഹാളിലിരുന്നവരെല്ലാം ഒരു നിമിഷം ഞെട്ടി വിറച്ചുപോയി. തിരശീലക്ക് പിന്നിൽ ഒളിഞ്ഞെന്ന് ഇത് കണ്ടുകൊണ്ടിരുന്ന മരിയും മാനും നെറ്റിയിൽ കൈവച്ച് പരസ്പരം നോക്കി. തീർന്നു, ഇന്നിവിടെ ഒരു കൊലപാതകം നടക്കും, ഉറപ്പാ. ആദത്തിന്റെ ഗർജനം കേട്ട് ഹാളിൽ ഒരു നിമിഷം പിൻഡ്രോപ്പ് സൈലന്റ് ആയി. ഷർട്ടിലെ ചായക്കറ തുറക്കാൻ നോക്കുന്ന ആദത്തിന്റെ മുഖം കണ്ട് സാറിയൊന്ന് വിരണ്ടു. പക്ഷെ ആളൊരു കുറുമ്പിയാണല്ലോ. പതർച്ച പുറത്ത് കാണിക്കാതെ ആൾ പതുക്കെ പറഞ്ഞു.
അയ്യോ അത് ഞാൻ മനഃപൂർവ്വം ചെയ്തല്ലേ ഇച്ചായോ, കൈയൊന്ന് സ്ലിപ്പായതാ. സ്ലിപ്പായതാണോ അതോ സ്ലിപ്പാക്കിയതാണോ? ആദം കണ്ണുരുട്ടി ചോദിച്ചു. അപ്പോഴേക്കും സാറയുടെ മമ്മി ഓടിയെത്തി. ഈ പെണ്ണിന്റെ ഒരു കാര്യം നോക്കി നടക്കാൻ മേലായിരുന്നു നിനക്ക്. ഡാ സാറില്ലടാ ആദമേ, നീ അകത്തോട്ട് വാ, ഷർട്ട് ഒന്ന് കഴുകാം. വേണോ നീ, ഞാൻ വീട്ടിൽ പോയിക്കോളാം. ആദം ഗൗരവത്തിൽ പറഞ്ഞ സാറെ ഒന്നുകൂടി കടുപ്പത്തിൽ നോക്കിയിട്ട് അവിടുന്ന് ഇറങ്ങി നടന്നു. പിന്നാലെ മറിയാമ്മച്ചിയും ക്ഷമാപണം നടത്തിക്കൊണ്ട് ഓടി. ഹാളിൽ നിന്നിരുന്ന സാറ പതുക്കെ ദീർഘശ്വാസം വിട്ട് തിരിഞ്ഞു. ചുമരിന്റെ സൈഡിൽ നിന്ന് 2 തലകൾ പുറത്തേക്ക് വന്നു. മരിയയും മാനും. നീ സാറേ, നീ തീക്കളിയാ കളിച്ച്. ആ ഇച്ചായന്റെ ലുക്ക് കണ്ടില്ലായിരുന്നോ? സിംഗപ്പൂർ സിനിമ പച്ചമാംസം കടിച്ചിരുന്ന പോലെ ഉണ്ടായിരുന്നു. മരിയ നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞു. അതേടി സാറേ, ആ മീശയും താടിയും ദേഷ്യം വന്നപ്പോ ഇച്ചായൻ കട്ട മാസായിരുന്നു കേട്ടോ. പക്ഷെ ആളൽപ്പം ഡേഞ്ചറാണെന്ന് തോന്നുന്നു. ആൻ അഭിപ്രായപ്പെട്ടു. പിന്നെ ഒരു മാസ് വലിപ്പുള്ള ഒരു ഷർട്ട് ഇട്ട് മുഖത്ത് 12 വെളുപ്പം കാലത്ത് ഭാവം വെച്ചിരിക്കുന്നു. എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. സാറ് ചുണ്ടു വിളത്തിക്കൊണ്ട് പറഞ്ഞു. ഇഷ്ടപ്പെട്ടില്ല അല്ലേ? അപ്പുറത്തെ വീട്ടിലെ ചെക്കനാ, ഇനി എല്ലാ ദിവസവും കാണേണ്ടി വരും. നീ സൂക്ഷിച്ചോ. മരിയവളെ കളിയായി ചിരിച്ചു. എന്നെ തുടർന്ന് അവനൊട്ടും വളർന്നിട്ടില്ല മോളെ, ഈ സാറയുടെ കളി. സാറ് ഇടുപ്പിൽ കൈകുത്തി ആദത്തിന് വീട് നേർക്ക് നോക്കി വെല്ലുവിളിച്ചു. പിറ്റേന്ന് രാവിലെ കോളേജ് കഴിഞ്ഞെങ്കിലും മൂർക്കം പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നാട്ടിലിറങ്ങിയൊന്ന് കറങ്ങാൻ അവർ തീരുമാനിച്ചു. സാറ് തന്റെ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തു. പിന്നിൽ മരിയയും മാനും കയറി. 3 പേരും കൂടി ഒരൊറ്റ സ്കൂട്ടറിലാണ് യാത്ര. ഹെൽമെറ്റ് പോലും ഇല്ല. എടി പതുക്കെ പൂടി, പോലീസുകാരുണ്ടാവും. ബാഗിലിരുന്ന് ആൻ പേടിച്ചു കൂവി. പോലീസോ? ഈ കാഞ്ഞിരപ്പള്ളിയിൽ എനിക്കറിയാതെ പോലീസുകാരുണ്ടോ? നീ പേടിക്കാതിരിക്കാനേ. സാർ ആത്മവിശ്വാസത്തോടെ വണ്ടി ആക്സിലേറ്റ് ചെയ്തു. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, അടുത്ത കാറ് തിരിഞ്ഞാൽ ദാ നിൽക്കുന്നു ട്രാഫിക് എസ്ഐയും സംഘവും. അയ്യോ സാറാ, പോലീസ്! മരിയ നിലവിളിച്ചു. സാറ് പെട്ടെന്ന് വണ്ടി ബ്രേക്കിട്ട് നിർത്തി. വണ്ടി തിരിക്കാൻ നോക്കുമ്പോഴേക്കും പോലീസ് ജീപ്പാടെ മുന്നിൽ വന്ന് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു. വണ്ടിയിൽ നിന്ന് എസ് ഐ ഇറങ്ങി വന്നു. ആഹാ കൊള്ളാലോ, ട്രിപ്പിൾ റൈഡിങ്, പോരാത്തതിന് ഹെൽമെറ്റും ഇല്ല. വണ്ടി ഇങ്ങോട്ട് ഒതുക്ക്. എസ് ഐ ദേഷ്യപ്പെട്ടു. ആ പിന്നെ സാറേ, ഞങ്ങൾ പതുക്കെ. സാറയ്ക്ക് നാവിഴച്ച് നിൽക്കുമ്പോഴാണ് ആ കാഴ്ച ഉണ്ട്. തൊട്ടപ്പുറത്ത് ഒരു കറുത്ത മഹീന്ദ്ര താർ വന്ന് നിന്നു. അതിന്റെ ഗ്ലാസ് പതുക്കെ താഴേക്ക് നീ. അകത്തിരിക്കുന്ന മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ആദം ജോൺ മാളിയേക്കൽ. ആദം വണ്ടിയിൽ നിന്ന് ഈ 3 സംഘത്തെയും നോക്കി. മീശയുടെ അറ്റത്ത് ചുണ്ടിൽ ഒരു ചെറിയ പരിഹാസച്ചിരി വരുത്തി. എന്നിട്ട് എസ് ഐയോട് ഉറക്കി വിളിച്ചു പറഞ്ഞു. സാറേ, കേസ് അല്പം കടുപ്പമായിക്കോ. വണ്ടിക്ക് പേപ്പേഴ്സ് ഉണ്ടോന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യ്. അത് കേട്ടോ സാറയുടെ കണ്ണിൽ നിന്ന് തീപ്പൊരി മാറി. ആദമാട്ടെ അവളെ നോക്കി പുച്ഛിച്ച് കാണിച്ച് താറ് മുന്നോട്ടെടുത്ത് പോയി. ഡി, അവൻ നമ്മളെ ഒറ്റ കൊടുത്ത് പോയതുണ്ടോ? ഇത് ഞാൻ പകരം ചോദിക്കും. സാറ പല്ലിയടിച്ചു. ഒടുവിൽ പോലീസിന് പിഴയും കൊടുത്ത് കട്ടക്കലിപ്പിലാണ് സാറയും ഫ്രണ്ട്സും വീട്ടിലെത്തിയത്. വണ്ടിയുടെ പേപ്പേഴ്സ് നോക്കാൻ പോലീസിനോട് പറയുമല്ലേ അഹങ്കാരി. അവന് ഞാനിന്ന് വീട്ടിലെത്തിയതും സാറ് ഹാളിലെ സോഫയിലേക്ക് ബാഗ് വലിച്ചെറിഞ്ഞ് പല്ലിയടിച്ചു. എടി സാറേ, ശാന്തയാവും. ആ ഇച്ചായൻ തക്ക സമയത്ത് പണിയുന്ന. പക്ഷെ ഇച്ചായന്റെ ആ ഒരു തഗ് ലുക്ക് അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആൻ താടിക്ക വെച്ച് പറഞ്ഞു. നിനക്ക് ഇഷ്ടപ്പെടും. ഫൈൻ അടിച്ച പൈസ എന്റെ പോക്കറ്റിൽ നിന്നാ പോയത്. മരിയ ആന്റെ തലക്കൊന്ന് കൊടുത്തു. പക്ഷെ സാറേ, ആദിച്ചായനോട് കളിച്ചാൽ നമുക്ക് പണിവാളും. നാട്ടിലെ വലിയ പുള്ളിയാ. വലിയ പുള്ളിയാണെങ്കിലേ അത് അവന്റെ വീട്ടില്. ഈ സാറയോടെ കളി അവനെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. സാറ മനസ്സിൽ പ്രതികാരത്തിന്റെ കനലുകൾ കൂട്ടിമുട്ടിച്ചു. അങ്ങനെ 2 ദിവസങ്ങൾ കടന്നുപോയി. നാട്ടിലെ ഒരു പ്രമുഖ വ്യവസായിയുടെ മകളുടെ കല്യാണമായിരുന്നു അന്ന്. കാഞ്ഞിരപ്പള്ളിയിലെ വലിയ കൺവെൻഷൻ സെന്റർ മുഴുവൻ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വർഗീസ് സാറും കുടുംബവും കല്യാണത്തിനെത്തിയിരുന്നു. സാറ് കസവ് സാരി കൊടുത്ത് മരിയയും ആനെയും കൂട്ടി മാലാഖയെ പോലെയാണ് ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയത്. ഈ മരിയ എന്റെ സാരി ലൂസാവുന്നുണ്ടോടി? സാറ് പതുക്കെ ചോദിച്ചു. ഏയ്, നീ കട്ടലുക്കാടി. വാ, നമുക്ക് ആദ്യം പോയി വല്ലതും കഴിക്കാം. എനിക്ക് വിശന്നിട്ട് വയ്യ. ആൻ ഭക്ഷണശാലയുടെ നേർക്ക് നോക്കി ഉമിനീരിറക്കി. 3 പേരും കൂടി ഡൈനിങ് ഹാളിലേക്ക് നടക്കുമ്പോഴാണ് എതിർവശത്ത് നിന്ന് മാസ് ലുക്കിൽ ഒരാൾ നടന്നു വരുന്ന സാറെ കണ്ടത്. വെളുത്ത സിൽക്ക് ജുബയും കസവും മുണ്ടുമെടുത്ത് കയ്യിലൊരു വാച്ചും കെട്ടി മുടി വശത്തേക്ക് ഒതുക്കി ചീവി നല്ല സുന്ദര കുട്ടപ്പനായ നമ്മുടെ ഇച്ചായൻ. കൂടെ നാട്ടിലെ ചില പ്രമാണികളുമുണ്ട്. ജുബയും മുണ്ടുമ കൊടുത്തപ്പോൾ ആദത്തിന്റെ ഗാംഭീര്യം ഇരട്ടിയായിരുന്നു. അയ്യോ, താ വരുന്നടി നിന്റെ അന്തകൻ. മരിയ സാറയുടെ കയ്യിൽ നുള്ളി. ആദം നടന്നു വരുന്നതിനിടയിൽ സാറയെ കണ്ടു. സാരി എടുത്ത് നിൽക്കുന്ന അവളെ നോക്കിയെങ്കിലും മുഖത്തെ ഗൗരവം ഒട്ടും കുറക്കാതെ അവൻ പതുക്കെ മുന്നോട്ട് നടന്നു. ഇവൻ എന്നെ കണ്ടഭാവം നടിക്കുന്നില്ലല്ലേ? നിക്ക്, നിനക്ക് ഞാൻ തരാം. സാറയുടെ ഉള്ളിലെ കുറുമ്പുണർന്നു. ആൾ വേഗം ഡൈനിങ് ടേബിളിന്റെ അടുത്ത് നിന്ന് നല്ല കട്ടിയുള്ള മധുരമൂർന്ന പാലട പായസം ഒരു വലിയ ഗ്ലാസ്സിലെടുത്തു. എന്നിട്ട് ആദം കടന്നു പോകുന്ന വഴിയിലേക്ക് പതുക്കെ തിരിഞ്ഞു നടന്നു. ആദം തനിക്കൊപ്പം വന്ന ആളോട് സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുകയായിരുന്നു. സാറ കറങ്ങി തിരിഞ്ഞ് കറക്റ്റ് ടൈമിൽ ആദത്തിന് മുമ്പിലേക്ക് സ്റ്റെപ്പ് വെച്ചു. അമ്മച്ചി! സാറ മനഃപൂർവ്വം കാലം തെറ്റിയ പോലെ അഭിനയിച്ചു. അടുത്ത നിമിഷം ആദത്തിന്റെ നെഞ്ചിലേക്ക് സാറ ചെന്ന് മുട്ടി. ആളുടെ കയ്യിൽ നിന്ന് വലിയ ഗ്ലാസ്സിലെ കട്ടി പാലട പായസം മുഴുവൻ ദാ കിടക്കുന്നു.
ആദത്തിന്റെ വെണ്മയാർന്ന സിൽക്ക് ജുബയുടെ മുൻഭാഗത്ത്. വൈറ്റ് ജുബ നിമിഷ നേരം കൊണ്ട് മഞ്ഞയും റോസും കലർന്ന പായസക്കറയായി മാറി. ഹാളിലുണ്ടായിരുന്ന ചിലർ തിരിഞ്ഞു നോക്കി. ആദം അമ്പരപ്പോടെ തന്റെ ജുബയിലേക്കും പിന്നെ സാറയുടെ മുഖത്തേക്കും നോക്കി. സാറ മുഖത്ത് അങ്ങേയറ്റം വിഷമം വരുത്തി കൈകൾ കൂപ്പി. അയ്യോ ഇച്ചായോ, ഐ ആം സോ സോറി. എന്റെ കാല് സാരി തട്ടി വീഴാൻ പോയതാ, മനഃപൂർവ്വമല്ല. പക്ഷേ ആദത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കിയ മരിയയ്ക്ക് ആനും കാര്യം മനസ്സിലായി. ആദത്തിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്ന് തുടുത്തിരുന്നു. അവൻ പല്ലുകൾ കടിച്ചുകൊണ്ട് സാറയുടെ മുഖത്തേക്ക് മുഖമടുപ്പിച്ചു. എടി കുരിപ്പേ, നീ ഇത് മനഃപൂർവ്വം ചെയ്താണ് എനിക്ക് നല്ലോണം അറിയാം. ആദം വളരെ താഴ്ന്ന എന്നാൽ കടുപ്പമേറിയ ശബ്ദത്തിൽ പറഞ്ഞു. അയ്യോ ഇച്ചായനെ തെറ്റിദ്ധരിച്ചതാ. സാറ കണ്ണു വീഴ്ച നിന്നു. ഓവ്, നിന്നെ എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. മാളിയക്കലാത്തിന് പണിയെന്നാ തിരിച്ചു കിട്ടുന്ന പലിശ നിനക്ക് താങ്ങാൻ പറ്റില്ല, ഓർത്തു വെച്ചോ. അത്രയും പറഞ്ഞ് ആദം ചുബയിലെ പായസം പോലും വകവെക്കാതെ അവിടുന്ന് ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയി. മരിയും മാനും ഓടി സാറയുടെ അടുത്തെത്തി. എടി, നീ ഇത് എന്ത് പണിയെ കാണിച്ചേ? ഇച്ചായൻ കലിപ്പിലാണല്ലോ. സാറ ആദം പോയ വഴിയിലേക്ക് നോക്കി ഒരു കുസൃതി ചിരിയോടെ പറഞ്ഞു. അവനെന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചില്ലേ, അതിനുള്ള മധുര പ്രതികാരം ഈ സാറയോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. കല്യാണം കഴിഞ്ഞ് 2 ദിവസങ്ങൾ പിന്നിട്ടിട്ടും ആദത്തിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പ്രതികരണം ഉണ്ടായില്ല. ഒടുവിൽ സാറ മനസ്സിൽ വിചാരിച്ചു, ഇച്ചായൻ പേടിച്ച് പിന്മാറിയെന്ന്. എന്നാൽ ഇപ്പുറത്തും മരിയും മാനും സാറയുടെ വീട്ടിൽ തന്നെ ക്യാമ്പടിച്ചിരിക്കുകയാണ്. കളിനി എങ്ങോട്ട് തിരിയുമെന്നറിയാനുള്ള ആകാംക്ഷയോടെ. അന്ന് വൈകുന്നേരം വർഗീസ് സാറും ഭാര്യയും കൂടി ഇറങ്ങാൻ നേരം സാറയോട് പറഞ്ഞു. മോളെ, ഞങ്ങൾ ടൗൺ വരെ ഒന്ന് പോവാ, വരാനൽപ്പം വൈകും. ജനലും വാതിലൊക്കെ ഒന്ന് കൃത്യമായിട്ട് അടച്ചിട്ട് എങ്ങനെ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം മമ്മി, നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ. സാറ വളരെ കൂളായവരെ യാത്രയാക്കി. മമ്മിയും പപ്പയും ഗേറ്റ് കടന്നു പോയതേ ഉള്ളൂ. സാറയും മരിയും മാനും കൂടി ഹാളിൽ വലിയ സ്മാർട്ട് ടിവിയിൽ ഒരു ഭീകര ഹൊറർ പടം വെച്ചു. ഹാളിലെ ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്ത് വശങ്ങളിലെ ജനലുകളൊക്കെ അടച്ച് പോപ്കോണും കഴിച്ച് കട്ട പേടിയോടെ 3 പേരും പടം കാണുകയാണ്. ടിവിയിൽ പ്രേതം പെട്ടെന്ന് വന്ന് നിലവിളിക്കുന്ന കറക്റ്റ് സീന്. പെട്ടെന്ന് കറണ്ട് പോയി. വീടാകെ സർവത്ര ഇരുട്ടായി. അമ്മച്ചി, പ്രേതം! ആൻമരിയെ കെട്ടിപ്പിടിച്ച് നിലവിളിച്ചു. പ്രേതം നടി മണ്ടു, കറണ്ട് പോയതാ. സാറ് തന്റെ ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തു. എന്നാൽ ഇതെന്താ ഇപ്പൊ കറണ്ട് പോവാൻ? വല്ല ഫ്യൂസ് എങ്ങനെ പോയതാണോ? നിങ്ങളിവിടെ പേടിച്ചിരിക്കും, ഞാൻ പുറത്തു പോയി ഫ്യൂസ് എങ്ങനെ പോയെന്ന് നോക്കട്ടെ. സാറ് ഫോണിന്റെ വെളിച്ചത്തിൽ വീണ്ടും പുറകിലുള്ള മെയിൻ ഇലക്ട്രിസിറ്റി ബോക്സിന്റെ അടുത്തേക്ക് നടന്നു. കാഞ്ഞിരപ്പള്ളിയിലെ തണുത്ത കാറ്റും റബ്ബർ മരങ്ങളുടെ ഇലയനക്കവും കാരണം അന്തരീക്ഷം അല്പം ഭയപ്പെടുത്തുന്നതായിരുന്നു. ആൾ മെയിൻ ബോക്സ് തുറന്നു നോക്കിയപ്പോൾ ദാ കിടക്കുന്നു. ഫ്യൂസ് കാരിയർ ഊരി മാറ്റിയിരിക്കുന്നു, അതും താഴെ നിലത്ത്. ഇതാരും ഇവിടെ കൊണ്ടുപോയിട്ടത്? സാറത് കുരിഞ്ഞെടുക്കാനാഞ്ഞതും അവളുടെ നിഴലിന് മുകളിലായ ഒരു വലിയ നിഴൽ വന്ന് മൂടി. സാറയുടെ നെഞ്ച് പടപടാ മിടിച്ചു. അവൾ ഞെട്ടിപ്പിടഞ്ഞ് തിരിഞ്ഞു നോക്കി. ഫോൺ വിളിച്ചതിന്റെ സൈഡിലായി ജീൻസും കറുത്ത ജാക്കറ്റും ഇട്ട് കൈകൾ രണ്ടും പോക്കറ്റിൽ പൂഴ്ത്തി ചുമരിൽ ചാരി നിൽക്കുകയാണ് നമ്മുടെ ആദമിച്ചായൻ. അവന്റെ ആ കട്ടിമീശക്കതായ ഒരു കട്ട വില്ലൻ ചിരി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഇച്ചായൻ? സാറയുടെ ശ്വാസം ഒരു നിമിഷം നിലച്ചു. എന്താണ് ഇരുട്ടത്ത് കണ്ണു കാണുന്നില്ലേ? ആദം പതുക്കെ അവളുടെ അടുത്തേക്ക് മുന്നോട്ട് നടന്നു. ഇച്ചായനാണോ എന്റെ വീട്ടിലെ ഫ്യൂസ് ഊരിയത്? സാറ ഭയം മാറ്റി കലിപ്പിൽ ചോദിച്ചു. ഞാൻ ഊരിയതല്ല, അന്ന് പായസം വീണപ്പോ എന്റെ ജുബക്കുണ്ടായ അത്രയും ഷോക്ക് നിന്റെ വീടിനൊന്ന് കൊടുക്കാന്ന് കരുതി. ഞാൻ അന്നേ പറഞ്ഞില്ലേ, മാളിയേക്കിൽ ആദം പലിശ സഹിതേ തിരിച്ചുതരുമെന്ന്. ആദം സാറയുടെ തൊട്ടുമുമ്പിൽ വന്ന് നിന്നു. അവന്റെ ആ ഉയരത്തിനു മുമ്പിൽ പതറി ആൾ പതുക്കെ ചുമരിലേക്ക് ചേർന്നു. ഈ ചായ വലിയൊരു മാന്യനാണെന്ന് വിചാരിച്ചു, ഇതിപ്പോ തനി തറവേലയാണല്ലോ ഈ ചായോ. സാറ് ഒട്ടും വിട്ടുകൊടുക്കാൻ നേരം നോക്കി പറഞ്ഞു. തറവേലയോ? മോളെ സാറേ, നീ മതിലിയാണ് എന്റെ തോട്ടത്തിൽ വന്ന് നോക്കുന്ന ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. നിന്റെ കൂടെ നടക്കുന്ന 2 കുരങ്ങന്മാരുണ്ടല്ലോ, അവരെ കൂടി ചേർത്തുള്ള വലിയൊരു പണിയാ ഇനി വരാൻ പോകുന്നത്. അനുഭവിക്കാൻ തയ്യാറായിക്കോ. പെട്ടെന്ന് വീടിന്റെ ഉള്ളിൽ നിന്ന് മരിയാനും പേടിച്ച് നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി വന്നു. സാറേ, പ്രേതം, ഓടിവാ! ആർ പുറത്തെത്തിയപ്പോൾ കാണുന്നു ഫോൺ വെളിച്ചത്തിൽ മുഖത്തോട് മുഖം നോക്കി കട്ട ഈഗോയിൽ നിൽക്കുന്ന ആദ്യത്തെയും സാറയുമാണ്. അയ്യോ ആദിച്ചായൻ! ആൻ പെട്ടെന്ന് കണ്ടതും പരിങ്ങി നിന്നു. നിന്റെ കൂട്ടുകാരികളോട് പറഞ്ഞു മനസ്സിലായിക്കോ, മാളിയേക്കൽ തറവാടിന്റെ അതിർത്തി കടന്നാ കളി മാറും. ആദം അത്രയും പറഞ്ഞ് വളരെ കൂളായ ഒറ്റച്ചാട്ടത്തിന് മതിൽ ചാടി സ്വന്തം റബ്ബർ തോട്ടത്തിന്റെ ഇരുട്ടിലേക്ക് നടന്നുപോയി. അവൻ പോയത് സാറ് വേഗം ഫ്യൂസ് കാരിയർ ബോക്സിൽ കുത്തിക്കയറ്റി. വീട്ടിൽ ലൈറ്റുകൾ തെളിഞ്ഞപ്പോൾ സാറയുടെ മുഖം ദേഷ്യവും നാണക്കേടും കൊണ്ട് ചുവന്ന് തുടുത്തിട്ടുണ്ടായിരുന്നു. എടി, അവൻ നമ്മുടെ കളി മുഴുവൻ മുൻകൂട്ടി കണ്ടുവച്ചിരിക്കുക. വില്ലൻ നമ്മൾ വിചാരിച്ചാലും ഭയങ്കര സ്മാർട്ടാണെങ്കിൽ അത് അവന്റെ കയ്യിലിരിക്കട്ടെ. നമ്മൾ നാളെ തന്നെ അവന് അടുത്ത പണി കൊടുക്കുന്നു. അവന്റെ ആ താറിന്റെ ടയറിലെ കാറ്റ് മുഴുവൻ നമ്മൾ അഴിച്ചുവിടും. സാറ പല്ല് കടിച്ച് കട്ട പ്രതികാരത്തിൽ ഉറച്ചു നിന്നു. ടയറിന്റെ കാറ്റഴിച്ചു വിടുക, അതൊരു ആഗോള പ്രതികാര തന്ത്രമാണ് മക്കളെ.
അതിൽ ആദയിച്ചായം വീഴും. അടുത്ത ദിവസം ഉച്ച കഴിഞ്ഞ് മാളികയിൽ തറവാണ്ട അതിർത്തിയിലെ റബ്ബർ തോട്ടത്തിൽ ഒളിച്ചു നിന്ന് സാറ് തന്റെ പുതിയ പ്ലാൻ മരിയോടും ആനോടും വിശദീകരിക്കുകയായിരുന്നു. ആദ്യം സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം വണ്ടി തോട്ടത്തിലേക്കുള്ള ഷെഡിലാണ് പാർക്ക് ചെയ്യാറുള്ളത്. എടി സാറേ, എനിക്കെന്തോ ഒരു ലക്ഷണക്കേട് തോന്നുന്നു. നമുക്ക് ഈ പണി വേണോ? ഈ ചായം കൈയോടെ പിടിച്ചാലേ ഞങ്ങൾ രണ്ടുപേരും നിന്നെ തള്ളിപ്പറയും കേട്ടോ. ആൻ പേടിയോടെ ചുറ്റും നോക്കി. നീ ഒന്നും മിണ്ടായിക്കടി ആനേ, നിന്റെ ഒടുക്കത്തൊരു പേടി. മരിയെ, നീ അവിടെ നോക്ക്, ആരുമില്ലല്ലോ. സാറ് ചോദിച്ചു. ക്യാപ്റ്റൻ ക്ലിയർ ആണോ? ഈ ചാനകത്ത് ഉച്ചവർഗത്തിലാണെന്ന് തോന്നുന്നു. വണ്ടി ഷെഡിൽ തനിച്ചാണോ? മരിയ ബൈനോക്കുലർ വെക്കുന്ന പോലെ കൈകൾ കണ്ണിന് മുകളിൽ വെച്ച് നോക്കി പറഞ്ഞു. 3 പേരും പതുങ്ങി പതുങ്ങി മതിൽ ചാടി ആദ്യത്തിന്റെ പറമ്പിലേക്ക് കടന്നു. കറുത്ത മാസിലുക്കിലുള്ള മഹീന്ദ്ര താർ അവിടെ തിളങ്ങി നിൽക്കുന്നുണ്ട്. സാറ് വേഗം വണ്ടിയുടെ മുന്നിലെ ഇടത് ടയറിന്റെ അരിയിലേക്ക് ഇരുന്നു. പോക്കറ്റിൽ നിന്നൊരു ചെറിയ ആണിയെടുത്ത് ആൾ ടയറിന്റെ വാൽവിലേക്ക് അമർത്താൻ നോക്കി. മരിയെ, ആനെ, നിങ്ങൾ രണ്ടുപേരും ചുറ്റും നോക്കണം കേട്ടോ. ഓക്കേടി, നീ വേഗം ചെയ്യേ. മരിയയും ആനും തിരിഞ്ഞെന്ന് കാവൽ നിന്നു. കറക്റ്റ് ആ സമയത്താണ് തോട്ടത്തിന്റെ മറുഭാഗത്തുനിന്ന് കയ്യിലൊരു വലിയ റബ്ബർ വെട്ടുന്ന കത്തിയും പിടിച്ച് മുണ്ടൊക്കെ മുകളിലേക്ക് മടക്കി കുത്തി കട്ട ലോക്കൽ ലുക്കിൽ ഒരാൾ നടന്നു വരുന്നത്. മറ്റാരുമല്ല, നമ്മുടെ ആദയിച്ചായം തന്നെ. ആൾ ദൂരത്ത് തന്നെ 3 കുരങ്ങന്മാരെയും കണ്ടിരുന്നു. ആദ്യം പതുക്കെ ശബ്ദം ഉണ്ടാക്കാതെ മരിയുടെ ആന്റെയും തൊട്ടുപിറകിൽ വന്നു നിന്നു. എന്നിട്ട് കൈകൾ കെട്ടി അവർ തന്നെ നോക്കി നിന്നു. മരിയ പെട്ടെന്ന് പുറകിലേക്ക് തിരിഞ്ഞു ആദ്യത്തെ കണ്ട് ഞെട്ടി ഉറച്ചു. ആൾ ആനിന്റെ കയ്യിൽ നുള്ളി. ആനും തിരിഞ്ഞു നോക്കി. കണ്ണുകൾ തള്ളി നിന്നുപോയി. രണ്ടുപേരുടെയും നാവിറങ്ങിപ്പോയി. സാറാ എന്ന് വിളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. ആദ്യം ചുണ്ടിൽ വിരൽ വെച്ച് ആരോടും മിണ്ടരുതെന്ന് ആംഗ്യം കാണിച്ചു. പേടിച്ചു പോയ മരിയാനും പതുക്കൊരടി പുറകോട്ട് വെച്ച് സാറെ അവിടെ ഒറ്റക്കാക്കി തോട്ടത്തിലൂടെ ജീവൻ കൊണ്ടൊരൊറ്റ ഓട്ടം വെച്ചു കൊടുത്തു. ഇതൊന്നും അറിയാതെ സാറ് ടയറിന്റെ വാൽവിൽ ആണി വെച്ച് കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എടി, തൊട്ടു ഇറങ്ങുന്നില്ലല്ലോ, നിങ്ങളൊന്ന് സഹായിക്ക്. വേണമെങ്കിൽ ഞാൻ സഹായിക്കാം. മുകളിൽ നിന്നൊരു ഗാനമുള്ള ശബ്ദം കേട്ടു. സാറ് പെട്ടെന്ന് തലയുയർത്തി നോക്കി. ദാ നിൽക്കുന്ന ആദഞ്ചോ, കയ്യിൽ റബ്ബർ വെട്ടുന്ന കത്തിയും മുഖത്ത് ആ പഴയ കില്ലർ ലുക്കും. അമ്മച്ചിയേ! സാറ് ഞെട്ടി നിലത്തേക്ക് ഇരുന്നു പോയി. ആൾ വേഗം മരിയയും ആനയും തിരഞ്ഞു. പക്ഷെ അവിടെ റബ്ബർ മരങ്ങളല്ലാതെ ഒരു കുരുവി കുഞ്ഞു പോലും ഇല്ലായിരുന്നു. ചതിച്ചു. എന്താണ് ഈ ഉരിപ്പ്? കാറ്റിന് വല്ല കുറവുണ്ടോ? ഈ കത്തി തരണോ കുത്തി കീറാൻ? ആദ്യം കത്തി കരുതി ചോദിച്ചു. അതിച്ചായോ, ടയറിലൊരു കല്ലിരിക്കുന്ന കണ്ടിട്ട് എടുക്കാൻ നോക്കിയതാ. സാറ് വിളിച്ച് കാണിച്ചുകൊണ്ട് പതുക്കെ എഴുന്നേൽക്കാൻ നോക്കി. നിക്കടിയോടെ, ആളെ നോക്കണ്ട, ആദ്യം കടുപ്പത്തിൽ പറഞ്ഞു. ഇന്നലെ ഫ്യൂസ് ഊരിയപ്പോൾ നിനക്ക് ബുദ്ധി ഉദിച്ചില്ലല്ലേ? എന്റെ വണ്ടിയുടെ കാറ്റഴിച്ചു വിടാൻ മാത്രമായിട്ട് നിന്റെ കുറുമ്പ്. അതിന് നല്ലൊരു ശിക്ഷ നിനക്ക് ഞാൻ തരുന്നുണ്ട്. ആദ്യം വേഗം ഷെഡിന്റെ സൈഡിൽ നിന്ന് വലിയൊരു പഴയ ഹാൻഡ് പമ്പ് എടുത്ത് സാറയുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തു. എന്താ ഇത്? സാറ് കണ്ണുകളിൽ നോക്കി. ഇത് പമ്പ്. നീ വണ്ടിയുടെ ടയറിൽ നിന്ന് എത്ര കാറ്റ് കളഞ്ഞോ അതൊക്കെ ഈ പമ്പ് വെച്ച് അടിച്ച് കയറ്റിയിട്ടേ നീ മതിൽ കിടക്കും. മര്യാദക്ക് അടിച്ചോ. ആദ്യം ഒരു കസേര എടുത്ത് വണ്ടിയുടെ സൈഡിലിട്ട് അതിൽ കാൽമേൽ കാല് വെച്ചിരുന്നു. ഞാനടിക്കില്ല. സാറ് വാശി പിടിച്ചു. അടിക്കില്ലല്ലേ? എങ്കിൽ വർഗീസാണ് ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. മകള് മതിൽ ചാടി ഒന്ന് വണ്ടി നശിപ്പിക്കാൻ നോക്കുന്നത് പറഞ്ഞാ പുള്ളിക്ക് സന്തോഷാവും. ആദ്യം ഫോൺ എടുത്തു. അയ്യോ വേണ്ട. പപ്പയെ പേടിയുള്ളതുകൊണ്ട് സാറ പമ്പ് കയ്യിലെടുത്തു. അങ്ങനെ കാഞ്ഞിരപ്പള്ളിയിൽ ആ വെയിലത്ത് ആദമിച്ചാൻ കസേരയിൽ നിന്ന് കട്ടൻ ചായ കുടിക്കുമ്പോൾ നമ്മുടെ കുറുമ്പിപ്പെണ്ണ് സാറ വിയർത്തു കുളിച്ച് താറിന്റെ ടയറിലേക്ക് പമ്പടിക്കാൻ തുടങ്ങി. ഇടയ്ക്കിടെ അവൾ ആദ്യം നോക്കി പല്ലിയടിക്കുന്നുണ്ടായിരുന്നു. ആദ്യം അവളെ നോക്കി മനസ്സിൽ ചിരിച്ചുകൊണ്ട് വിചാരിച്ചു, ഇവള് വിചാരിച്ചാലും വലിയൊരു കുറുമ്പിയാണല്ലോ. പക്ഷെ കൊള്ളാം. താറിന്റെ ടയറിൽ പമ്പ് അടിച്ച് വിയർത്തു കുളിച്ച് മരിയാനെയും മനസ്സിൽ 101 വട്ടം കൊന്ന് കൊല വിളിച്ചുകൊണ്ടാണ് സാറ വീട്ടിലെത്തിയത്. വീട്ടിലെത്തിയ ഉടനെ സാറ മരിയുടെ ആന്റെയും നേർക്ക് ചോരിലിരിക്കുന്ന കുഷ്യനുകൾ ഓരോന്നായി വെച്ച് തൊടുത്തു. ഓടി രക്ഷപ്പെടാൻ നോക്കുന്ന ചതിച്ചുകളെ, എന്നെ അവിടെ കാട്ടുമാങ്ങിന് മുമ്പിൽ ഒറ്റക്കായിട്ട് വരാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? സാറ പല്ലടിച്ചു. അയ്യോ സാറേ, ഇച്ചാന്റെ കയ്യിൽ ആ വലിയ റബ്ബർ കത്തി കണ്ടപ്പോ ഞങ്ങളുടെ ഫ്യൂസ് ഔട്ടായതാടി. അല്ലാതെ നിന്നെ ചതിക്കാൻ നോക്കിയതല്ല, സത്യമായിട്ടും. മരിയ തലയിൽ കുഷ്യം വെച്ച് തടുത്ത് പറഞ്ഞു. എന്നിട്ട് ഇച്ചാൻ നിന്നെ എന്ത് ചെയ്തു സാറേ? വല്ല പ്രേമവും പ്രപ്പോസ് ചെയ്തോ? ആനൊരു കള്ളച്ചിരിയോട് ചോദിച്ചു. പ്രേമം മണ്ണാൻ കിട്ടാ. എന്റെ 2 കൈയും കുഴഞ്ഞെടുക്കുവാ. ആ അങ്കാരി എന്നെ കൊണ്ടേ ഇച്ചിരിക്കോളാമെന്ന പമ്പിലാക്ക ടയറിലെ കാറ്റടിപ്പിച്ചു. എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും വേർത്തിട്ടില്ല. സാറ കൈകൾ തിരുമ്മി. ഇനി ആ ഭാഗത്തേക്ക് ഞാൻ പോയില്ല. പക്ഷേ സാറെ എങ്ങനെ മാറി നിൽക്കാൻ വിധി അനുവദിച്ചില്ല. അന്ന് വൈകുന്നേരം സാറയുടെ മമ്മി മേരി ഉമ്മറത്തേക്ക് ഒന്ന് വിളിച്ചു. സാറേ, മരിയേ, ആനെ, നിങ്ങളൊക്കെ ഒന്ന് വേഗം റെഡിയാക്കി. അപ്പുറത്തെ മരിയാമ്മച്ചി നമ്മളെ ചായ കുടിക്കാൻ വിളിച്ചിട്ടുണ്ട്. പപ്പയും വരും. അയ്യോ മമ്മി, എനിക്ക് വയ്യ, ഞാൻ വരുന്നില്ല. സാറ് വേഗം തലവേദന അഭിനയിച്ചു. ഒരു വയ്യായികയില്ല. പുതിയ അയൽക്കാരാകുമ്പോൾ പരസ്പരം സഹായിക്കണം. വേഗം വസ്ത്രം മാറി വാ. മമ്മി കൽപ്പന പുറപ്പെടുവിച്ചു. മമ്മിയുടെ ഓർഡർ ആയതുകൊണ്ട് സാറൊക്കെ അനുസരിക്കേണ്ടി വന്നു. ആളൊരു സിമ്പിൾ ചുരിദാറും ഇട്ട് കറുത്ത മുഖത്തോടെ മരിയാനെയും കൂട്ടി മാളിയേക്കൽ തറവാട്ടിലേക്ക് നടന്നു.
മാളിയേക്കൽ വീടിന്റെ ഉമ്മറത്ത് തന്നെ വലിയൊരു സോഫയിൽ കട്ട ലുക്കിൽ ഇരിപ്പുണ്ടായിരുന്നു ആദം. സാറയും സംഘവും വരുന്നുണ്ട്. അവൻ ചുണ്ടിലൊരു പരിഹാസച്ചിരി ഒളിപ്പിച്ചു. ആ വരൂ വരൂ, വർഗീസ് സാറേ ഇരിക്കേ. ആദത്തിന്റെ പപ്പ ജോൺ മാളിയേക്കൽ അവരെ സ്വീകരിച്ചു. എല്ലാവരും ആളിരുന്നു. സാറ് ഇരുന്ന് കറക്റ്റ് ആദത്തിന്റെ ഓപ്പോസിറ്റുള്ള സിംഗിൾ സോഫയിലാണ്. ആളവനെ നോക്കി കണ്ണുരുട്ടി. ആദം വളരെ കൂളായി തന്റെ കയ്യിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ട് അവളെ നോക്കി പുച്ഛിച്ചു. ടയറിൽ കാറ്റടിച്ചതിന്റെ ക്ഷീണം അവിടെ മൊത്തുണ്ടായിരുന്നു. അപ്പോഴേക്കും മറിയാമ്മച്ചിയും മേരി മമ്മിയും അടുക്കളയിൽ നിന്ന് പലഹാരങ്ങളുമായി വന്നു. മേരി, നിന്റെ മകള് സാറേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടക്കം ഒതുക്കമുള്ള കുട്ടിയാ, കാണാൻ എന്ത് സുന്ദരിയാ. മറിയാമ്മച്ചി സാറെ പുകഴ്ത്തി. അത് കേട്ടത് ആദത്തിന് ചായ തൊണ്ടയിൽ കുടുങ്ങി. അവൻ കട്ടച്ചു മുടങ്ങി. അമ്മയ്ക്കാണ് അത്രക്കങ്ങോട്ട് മനസ്സിലായിട്ടില്ലല്ലേ? ആദം ചുമക്കുന്നിടയിൽ പതുക്കെ പറഞ്ഞു. നീ ഒന്നും മിണ്ടാണ്ടിരിക്കടാ ആദമേ, സാറ് മോൾക്ക് നല്ല സ്വഭാവാ. മറിയാമ്മച്ചി അവനെ ചീത്ത പറഞ്ഞു. തനിക്ക് സപ്പോർട്ട് കിട്ടിയത് കണ്ട് സാർ ആദത്ത് നോക്കി കൊഞ്ഞനും കുത്തി കാണിച്ചു. മരിയമാനും ചിരിയടക്കാൻ പാടുപിടിക്കായിരുന്നു. പിന്നെ ജോൺ ചാച്ചാ, ഈ ആദത്തിന് എപ്പോഴും ഇതേപോലെ ഗൗരവമാണോ? ഒന്ന് ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല. വർഗീസ് സാറ് ചോദിച്ചു. അവൻ ഈ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടാ വർഗീസേ. ഉള്ളില് നല്ല പാവാ. പക്ഷെ ഇവനൊരു പെണ്ണാലോചന തുടങ്ങിയപ്പോ തൊട്ട് കടുപ്പ. ആരെയും ഇഷ്ടപ്പെടുന്നില്ല. ജോൺ പപ്പ പറഞ്ഞു. അതിനെന്താ, നമ്മുടെ സാറമോൾ ഇവിടെ ഉള്ളപ്പോ ആദത്തിന് വേറെ പെണ്ണിയെ നോക്കേണ്ട ആവശ്യമുണ്ടോ? മറിയാമ്മച്ചി തമാശയായി പറഞ്ഞാണെങ്കിലും ഹാളിൽ ഒരു നിമിഷം എല്ലാവരും നിശബ്ദരായി. ആദമും സാറയും ഒരേ സമയം പരസ്പരം ഞെട്ടിലോടെ നോക്കി. ഇവളെയോ? ഈ കുറുമ്പിയെ കിട്ടി എന്റെ വീട് ബോംബ് വെച്ച് ഇവിടെ തീർക്കും ആദം മനസ്സിൽ വിചാരിച്ചു. ഇയാളെയോ? ഈ ഹിറ്റ്ലർ കിട്ടിയ ഞാൻ ദിവസവും പമ്പടിക്കേണ്ടി വരും. സാറയും ഭയന്നു. അത് പിന്നെ കുട്ടികളുടെ ഇഷ്ടം പോലെ. മേരി മമ്മി അന്തരീക്ഷം തണുപ്പിച്ചു. ചായ കുടിയെ കഴിഞ്ഞ് തിരികെ പോരാൻ നേരം ആദം മുറ്റത്തിറങ്ങി സാറയുടെ അരിയിലേക്ക് നടന്നു. എന്താണ് ഈ കുറുമ്പി? എന്റെ അമ്മച്ചി നിന്നെ അങ്ങ് ഉറപ്പിച്ച മട്ടാണല്ലോ. എന്റെ ഭാര്യയാവുന്ന എനിക്ക് ധൈര്യമുണ്ടോ? ആദം പതുക്കെ ചോദിച്ചു. നിങ്ങളുടെ ഭാര്യ എനിക്ക് ഭ്രാന്തൊന്നുമില്ല ചായോ. നിങ്ങളെപ്പോലെ ഒരു അങ്കാരി കെട്ടുന്നതിനേക്കാളും നല്ലതേ കന്യാസ്ത്രീയെ പോകുന്ന. സാറ മുഖം തിരിച്ചു. അത് നമുക്ക് കാണാൻ മോളെ. ഈ ആദം വിചാരിച്ചാലേ നിന്റെ ഈ കുറുമ്പകം മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ആദം ഈശ വിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്റെ കർത്താവേ, ചതിച്ചല്ലോ. അടുത്ത ദിവസം രാവിലെ സാറയുടെ മുറിയിൽ നിന്ന് മരിയയും മാനും ഒരുപോലെ തലയിൽ കൈവച്ച് നിലവിളിക്കുകയാണ്. എന്താണ് രണ്ടിനും പറ്റിയേ? രാവിലെ തന്നെ വിലാപകാവ്യം തുടങ്ങിയോ? സാറ ബെഡിൽ കിടന്ന് ഫോൺ നോക്കിക്കൊണ്ട് ചോദിച്ചു. എടി സാറേ, പെട്ടു, വലിയ കെണിപ്പെട്ടു. ആൻ കരയുന്ന ഭാഗത്തിൽ പറഞ്ഞു. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട ഒരു ചെക്കനില്ലേ രാഹുൽ, പുള്ളിക്കാരൻ വലിയ റിച്ചും മാസമാണെന്നാ പറഞ്ഞു. ഇന്ന് വൈകിട്ട് ടൗണിൽ വലിയ കഫേയിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെന്താണ് ഇത്ര പേടിക്കാൻ? പോയി കണ്ട് സംസാരിക്കേ, സാറ പറഞ്ഞു. അതല്ലടി പ്രശ്നം. അവനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അവനോട് വീഡിയോ കോൾ സംസാരിക്കുകയായിരുന്നു. നല്ല ജാടയിൽ ഞാൻ സംസാരിച്ച്. അതിനിടയിൽ ഇതാ ഈ മണ്ടത്തി മരിയ ലോക്കൽ പച്ചക്കറി കടക്കാരൻ സുഖമാനൻ ചേട്ടനോട് കടം പറഞ്ഞ വോയിസ് മെസ്സേജുകൾ ഫോണിൽ ഉറക്കെ പ്ലേ ചെയ്തു. സുഖേട്ട കഴിഞ്ഞ ആഴ്ചത്തെ ഉള്ളിയുടെയും തക്കാളിയുടെയും പൈസ അടുത്ത മാസം തരാമെന്ന് മരിയ വിളിച്ചു പറയുന്ന വോയിസ് നോട്ട് കറക്റ്റായിട്ട് രാവിലെ വീഡിയോ കോളിലൂടെ അങ്ങ് കേട്ടു. ആൻ തലയിലടിച്ചു. എന്നിട്ട് സാറ് ചിരി കടിച്ചുപിടി ചോദിച്ചു. എന്നിട്ടെന്താ, ആ രാവിലെ കേട്ട് ഞങ്ങളെ പിച്ചക്കാരെന്ന് വിളിച്ച് കളിയാക്കി. നാളെക്കേട്ട് കൊണ്ട് മരിക്ക് ദേഷ്യം വന്ന് അവനെ നല്ല ഒന്നാം തന്നെ തെറി വിളിച്ചു. ഇപ്പൊ ആ മെസ്സേജ് അയച്ച് ഭീഷണിപ്പെടുത്തുക. ആ നാട്ടിൽ ലോക്കൽ റോഡിയുടെ അനിയനാണെന്ന്. ഇന്ന് കഫേയിൽ വന്നില്ല വീട്ടിൽ വന്ന് പറയുന്നു. മരിയ വിറച്ചുകൊണ്ട് പറഞ്ഞു. ഓഹോ, അപ്പൊ എന്റെ ഫ്രണ്ട്സിനെ ഭീഷണിപ്പെടുത്താൻ മാത്രം ആയവൻ. വാടി, നമുക്ക് പോവാം. ആ രാവിലെ ഞാൻ കൈകാര്യം ചെയ്യാം. സാറ മാസലുക്കിൽ എഴുന്നേറ്റു. വൈകുന്നേരം 3 പേരും കൂടി വീണ്ടും സ്കൂട്ടിൽ ടൗണിലെ കഫേയിലേക്ക് തിരിച്ചു. ഇത്തവണ പോലീസിനെ പേടിച്ച് കൃത്യമായി ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ട്. കഫേയുടെ കോർണറിന്റെ ടേബിൾ ആ രാഹുൽ എന്ന പയ്യനും കൂടെ കട്ട ലോക്കൽ ലുക്കിലെ 2 ഗുണ്ടകൾ ഇരിപ്പുണ്ടായിരുന്നു. സാറയും സംഘയുടെ മുന്നിലേക്ക് ചെന്നു. ആഹാ, ഒടിയിൽ വന്നല്ലേ? ഏതാണ് ഇതിലെന്നെ തെറി വിളിച്ച മരിയ? രാഹുൽ എഴുന്നേറ്റ് ചോദിച്ചു. അത് ഞാനാടാ, നീ എന്ത് ചെയ്യടാ? സാറ മരിയക്ക് മുമ്പിൽ കയറിന്ന് ചോദിച്ചു. എടി വേണേ, അധികം ജാട കാണിച്ചാലേ നിന്നെ കൊണ്ട് ഞാൻ അടിച്ചു പൊളിക്കും. കൂടെ ഉണ്ടായിരുന്ന ഒരു ഗുണ്ട കസേരയിലടിച്ച് പറഞ്ഞു. കഫേയിലുള്ളവരെല്ലാം പേടിച്ച് നോക്കാൻ തുടങ്ങി. മരിയും മാനും സാറയുടെ പുറകിൽ ഒളിച്ചു. സാറയ്ക്കുള്ളിൽ ചെറിയൊരു പേടി തോന്നി തുടങ്ങി. കറക്റ്റ് ആ സമയത്താണ് കഫേയുടെ ഗ്ലാസ് ഡോർ തുറന്ന് ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഒരാൾ അകത്തേക്ക് വന്നു. കറുത്ത ഷർട്ടും ജീൻസും ഇട്ട് കണ്ണിൽ കൂളിംഗ് ഗ്ലാസും വെച്ച് മാസ് എൻട്രി നമ്മുടെ ആദമിച്ചായൻ. ബിസിനസ് ആവശ്യത്തിനായി വന്നായിരുന്നു പുള്ളി. വന്നയുടനെ ആളിലെ ബഹളം കണ്ട് ആദ്യം നോക്കിയപ്പോൾ ദാ നിൽക്കുന്നു നമ്മുടെ കുറുമ്പിപ്പടയും 3 ലോക്കൽ ഗുണ്ടകളും. ഇവറ്റങ്ങൾ ഇത് എവിടെ പോയാലും പ്രശ്നമാണല്ലോ. ആദ്യം പതുക്കെ കൂളിംഗ് ഗ്ലാസ് മാറ്റി അങ്ങോട്ട് നടന്നു വന്നു. എന്താണ് ഇവിടെ ഒരു ബഹളം? ആദത്തിന്റെ കരമുള്ള ശബ്ദം കേട്ട രാവിലും ഗുണ്ടകൾ തിരിഞ്ഞു നോക്കി. കാഞ്ഞിരപ്പള്ളിയിലെ വലിയ ബിസിനസ്സുകാരനായ ആദം ചോറിനെ കണ്ടതും ഗുണ്ടകളുടെ മുഖത്തെ ഭാവം മാറി. ആദം ഭായി, എന്താ ഇവിടെ? പ്രധാന ഗുണ്ട പരിങ്ങി. നിങ്ങളാണോ ഈ പിള്ളേരെ ഭീഷണിപ്പെടുത്തുന്നത്? ഇതെന്റെ അയൽപക്കത്തെ കുട്ടികളാ.
ഇനി ഇവിടെ നേർക്ക് വിരൽ ചൂണ്ടിയ നിന്റെ ഒക്കെ കൈ ഞാൻ വിട്ടു, അറിയാലോ എന്നെ. ആദം വളരെ ശാന്തമായി പറഞ്ഞു. ആദത്തിന്റെ ആ ഒരൊറ്റ ഡയലോഗിൽ രാഹുലും ഗുണ്ടകളും ഫ്യൂസ് ഔട്ടായി. അയ്യോ ക്ഷമിക്കണം ബൈ, ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ആരോടുന്ന് ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. പ്രശ്നമൊക്കെ തീർന്നപ്പോൾ സാർ ആദത്ത് നോക്കി. ആദം അവളെ നോക്കി ഒരു ചെറിയ ചിരിയോടെ ചോദിച്ചു, എന്താണ് ഈ കുറുമ്പി, വലിയ മാസ് കാണിക്കാൻ വന്നാണോ? ഞാൻ വന്നില്ലായിരുന്നു നിന്റെ സ്കൂട്ടർ അവർ കൊണ്ടുപോയനെ. സാർക്ക് ഈ വട്ടം ദേഷ്യമല്ല, പകരമുള്ളിൽ ചെറിയൊരു നന്ദിയും ബഹുമാനവും തോന്നി. എങ്കിലും കുറുമ്പിയുടെ ആൾ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തോളായിരുന്നു ഇച്ചായോ, എങ്കിലും താങ്ക്സ് കേട്ടോ. ആഹാ, കുറുമ്പി താങ്ക്സ് ഒക്കെ പറയാൻ പഠിച്ചോ, കൊള്ളാം. ആദ്യം മീശി വിരിച്ചുകൊണ്ട് കഫേയിലെ തന്റെ ടേബിളിലേക്ക് നടന്നുപോയി. ബാക്കിൽ നിന്ന് മരിയമാനും സാറയുടെ തോളിൽ തട്ടി. എടി സാറേ, ഇച്ചായ ശരിക്കും ഒരു ഹീറോയെ പോലെ നമ്മൾ രക്ഷിച്ചില്ലേ? ഇച്ചാനോട് നിനക്ക് ക്രഷ് ഒന്നുണ്ടടി? സാർ ആദം പോകുന്ന വഴിയിലേക്ക് നോക്കി പതുക്കെ പുഞ്ചിരിച്ചു. ആളുടെ ഉള്ളിൽ ആദത്തോടുള്ള പ്രണയത്തിന്റെ ആദ്യത്തെ കനൽ അപ്പോൾ ഉരുകി തുടങ്ങിയിരുന്നു. കഫേയിലെ സമ്പത്തിന് ശേഷം സാർക്ക് ആദത്തിനുള്ള ദേഷ്യമൊക്കെ പതുക്കെ കുറഞ്ഞു വരികയായിരുന്നു. എങ്കിലും നേർക്ക് നേർ കാണുമ്പോൾ രണ്ടുപേരും പഴയ ജാട വിടാറില്ല. അങ്ങനെ ഇരിക്കുകയാണ് സാറയുടെ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ ഒരു വാഗമൺ ട്രിപ്പ് പ്ലാൻ ചെയ്ത്. എടി, നമ്മൾ വണ്ടിയെടുത്ത് ഗ്രൂപ്പായിട്ട് പോകുന്നു, നീ വരണം. മരിയമാനും നിർബന്ധിച്ചപ്പോൾ സാറയും റെഡിയായി. ട്രിപ്പ് പോകുന്ന കാര്യം മേരി മമ്മി അയൽപ്പക്കത്തെ മറിയാമ്മച്ചിയോട് പറഞ്ഞിരുന്നു. മറിയാമ്മച്ചി അത് ആദത്തിന്റെ ചെവിയിലെത്തിച്ചു. ആദമേ, ആ കൊച്ചുങ്ങൾ വാഗമൺ വരെ ബൈക്കിലും സ്കൂട്ടറിലൊക്കെയാ പോകുന്നത്. ഈ പെയ്യുന്ന മഴയത്ത് വല്ല കാര്യമുണ്ടോ? നീ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അവർക്ക് വിവരല്ലേ അമ്മേ, ഞാനെന്ത് ചെയ്യാനാ? ആദം പതിവ് ഗൗരവത്തിൽ പറഞ്ഞെങ്കിലും അവന്റെ മനസ്സിൽ ചെറിയൊരു ആശങ്ക മുട്ടിട്ടു. പിറ്റേന്ന് രാവിലെ സാറയും കൂട്ടുകാരും വാഗമണിലേക്ക് തിരിച്ചു. പച്ചപ്പ് നിറഞ്ഞ വഴികളും മഞ്ഞു മൂടിയ മരനിരകളും കണ്ട് അവരടിച്ചു പൊളിച്ചു. പക്ഷേ ഉച്ച കഴിഞ്ഞതോടെ വാഗമണിൽ കനത്ത മഴ പെയ്യാൻ തുടങ്ങി. ഒപ്പം കൺമുമ്പിലൊന്നും കാണാൻ പറ്റാത്ത വിധം മൂടൽ മഞ്ഞും പടർന്നു. സാറേ, വണ്ടി പതുക്കി വിട്, റോഡിട്ട് കാണാൻ പറ്റുന്നില്ല. ബാക്കിൽ നിന്ന് ഞാൻ പേടിയോടെ പറഞ്ഞു. മുന്നിൽ പോയ ബൈക്കുകളെല്ലാം മഞ്ഞിൽ മറഞ്ഞു പോയിരുന്നു. സാറ് സ്കൂട്ടർ പതുക്കെ മുന്നോട്ടെടുക്കാൻ നോക്കിയപ്പോഴാണ് വളവിലൊരു വലിയ കുഴി അവൾ കണ്ടത്. പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതും വഴുക്കളുടെ റോഡിൽ നിന്ന് സ്കൂട്ടറിന്റെ ടയർ സ്ലിപ്പായി. അമ്മച്ചിയേ! ആനും സാറെ ഒന്നിച്ച് നിലവിളിച്ചു. സ്കൂട്ടർ റോഡിന്റെ സൈഡിലെ ചെറിയൊരു തിട്ടയിലേക്ക് മറിഞ്ഞു. മരിയ തൊട്ടുപുറകിലെ വണ്ടിയിലായിരുന്നു. വലിയ പരിക്കളില്ലാതെ രക്ഷപ്പെട്ടെങ്കിലും സാറയുടെ കാറ് സ്കൂട്ടറിന്റെ അടിയിൽ പെട്ടുപോയി. ആളുടെ വലതുകാലിൽ നിന്ന് ചോര വരുന്നുണ്ടായിരുന്നു. അസഹ്യമായ വേദന കൊണ്ട് സാറയുടെ കണ്ണുകൾ നിറഞ്ഞു. അതൊരു വിജനമായ വഴിയായിരുന്നു. മഴകരത്തോടെ ഫോണിൽ റേഞ്ചും പോയി. കൂട്ടുകാർ എന്ത് ചെയ്യണമെന്നറിയാതെ കരയാൻ തുടങ്ങി. പെട്ടെന്ന് മഞ്ഞിനെ കീറി മുറിച്ചുകൊണ്ട് രണ്ട് ശക്തമായ ഹെഡ്ലൈറ്റ് വിളിച്ച് അങ്ങോട്ട് കടന്നു വരുന്നു. ഒരു കറുത്ത മഹീന്ദ്ര താർ. വണ്ടി ബ്രേക്കിട്ട് നിർത്തി. അതിൽ നിന്ന് കുട പോലും ഇല്ലാതെ മഴയത്തേക്ക് ചാടിയിറങ്ങിയത് മറ്റാരുമല്ല, ആദം ഷോൺ. അമ്മ പറഞ്ഞു കേട്ട് മനസ്സ് കേൾക്കാതെ സാറയുടെ റൂട്ട് നോക്കി വന്നതായിരുന്നു ഇച്ചായൻ. സാറാ! ആദ്യം ഓടി അവളുടെ അടുത്തേക്ക് വന്നു. എപ്പോഴും മുഖത്ത് കാണാനുള്ള ഗൗരവമല്ല, പകരം കടുത്ത പരിഭ്രാന്തിയായിരുന്നു ആദത്തിന്റെ മുഖത്ത്. അവനുവേ സ്കൂട്ടർ വലിച്ചു മാറ്റി സാറയെ നോക്കി. ആളുടെ കാലിൽ ചോര കണ്ടപ്പോൾ ആദത്തിന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. എന്താണ് ഇത്? ഞാൻ പറഞ്ഞല്ലായോ ഈ മഴയത്ത് ഇറങ്ങരുതെന്ന്. ആദം ദേഷ്യപ്പെട്ടെങ്കിലും അവന്റെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. സാറെ കരഞ്ഞുകൊണ്ട് ആദത്തിന്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. ആദൊന്നും ആലോചിച്ചില്ല. അവൻ സാറെ കൈകൾ കോരിയെടുത്തു. ആളുടെ വിയർപ്പും മഴവെള്ളവും കലർന്ന മുഖം ആദത്തിന്റെ നെഞ്ചോട് ചേർന്ന് നിന്നു. സാറ കണ്ണുകൾ പകുതി പൂട്ടി ആദത്തിന്റെ മുഖത്തേക്ക് നോക്കി. ആളുടെ സംരക്ഷകനായി തന്റെ ഇച്ചായൻ കൂടെ ഉണ്ടെന്നൊരു വലിയ ആശ്വാസം ആ നിമിഷം അവൾക്ക് തോന്നി. ആദം അവളെ താറിന്റെ ഫ്രണ്ട് സീറ്റിലേക്ക് ഇരുത്തി. മരിയയുടെ ആനോട് വണ്ടിയിൽ കയറാൻ പറഞ്ഞു. തൊട്ടടുത്ത ടൗണിലെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ഡോക്ടറെ കാണിച്ചപ്പോഴാണ് എല്ലിന് പൊട്ടലൊന്നുമില്ല, ചെറിയൊരു ചതവ് മാത്രമാണെന്ന് അറിഞ്ഞത്. മുറിവൊക്കെ വെച്ച് കെട്ടി ബെഡിൽ കിടന്ന സാറിയുടെ അടുത്തേക്ക് ആദം നടന്നു വന്നു. അവന്റെ ഷർട്ട് മുഴുവൻ മഴ നനഞ്ഞ് കുതിർന്നിരുന്നു. ഇനി മേലാൻ എന്റെ അനുവാദമില്ലാതെ ഈ കാഞ്ഞിരപ്പള്ളി വിട്ട് പുറത്തേക്ക് പോയാലുണ്ടല്ലോ, ആദം വിരൽ ചൂണ്ടി പറഞ്ഞു. പക്ഷെ ആ കണ്ണുകളിൽ പ്രണയവും കെയറിങ്ങും നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. സാറ പതുക്കെ പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണു നിറഞ്ഞ നിമിഷത്തിലും തന്റെ കുറുമ്പ് പുറത്തെടുത്തു. എന്റെ ഈ ചാനുള്ളപ്പോ എനിക്ക് എന്ത് പറ്റാനാ? അത് കേട്ടത് ആദൊന്ന് ഞെട്ടി. അവൻ മീശയുടെ അറ്റത്തൊരു കള്ളച്ചിരി ഒളിപ്പിച്ചുകൊണ്ട് തിരിഞ്ഞടന്നു. കാലിലെ ചതവ് കാരണം സാറക്ക് ഒരാഴ്ചത്തേക്ക് വീട്ടിൽ തന്നെ വിശ്രമിക്കേണ്ടി വന്നു. പണ്ടൊക്കെ വീട്ടിലിരിക്കാൻ പറഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീഴുന്ന പോലെ ബഹളം വയ്ക്കുന്ന സാറ ഇപ്പോൾ വളരെ സൈലന്റ് ആണ്. എപ്പോഴും ജനലിലൂടെ നോക്കിയ ഒരൊറ്റ ഇരിപ്പാണ്. കാരണം മറ്റൊന്നുമില്ല, ജനലിലൂടെ നോക്കിയാൽ അപ്പുറത്ത് മാളിയേക്കൽ തറവാടിന്റെ മുറ്റം കാണാം. ആളുടെ ആദമിച്ചായൻ തന്റെ കാറ് കഴുകുന്നതോ ഫോണിൽ സംസാരിച്ച് നടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിൽ കാണപ്പോൾ സാറയുടെ പ്രധാന പണി. എടി സാറേ, നീ ഈ ജനലിൽ നിന്ന് കണ്ണെടുത്തിട്ട് എത്ര ദിവസമായിടി? നിന്റെ കണ്ണിൽ ഈ തിളക്കം കണ്ടിട്ടേ എനിക്കെന്തോ ലക്ഷണം കെട്ടായിട്ട് തോന്നുന്നുണ്ടല്ലോ. മരിയ അവളുടെ അടുത്തിരുന്ന് ആപ്പിൾ കടിച്ചെന്നോട് ചോദിച്ചു. അതേടി, പണ്ട് ആദിച്ചായനെ കാണുമ്പോൾ പല്ലടിച്ചുകൊണ്ടിരുന്നവളാ. ഇപ്പൊ ഈ ചായൻ തുമ്മിയാ പോലും ഇവൾക്ക് നെഞ്ചു വിടയുന്നു.
ആൻ അവളെ കളിയാക്കി. സാറ പതുക്കെ തിരിഞ്ഞു നോക്കി ചുവന്നു കൊടുത്ത മുഖത്തോടെ പറഞ്ഞു, ഡി ഈ ചായ ശരിക്കും കട്ട ലുക്കാണല്ലേടി. അന്ന് വാഗമണിൽ വെച്ച് എന്നെ കൈകളിലെടുത്ത് വണ്ടിയിലേക്ക് വെച്ചപ്പോ എന്റെ കർത്താവേ, എനിക്ക് ശരിക്കും സിനിമയിലെ ഹീറോയെ പോലെയാ തോന്നിയത്. ആഹാ, അപ്പൊ സിംഹം വരയിലായില്ല, സിംഹത്തിന്റെ വരയിൽ നമ്മുടെ കുറുമ്പി വീണു. മരിയ കൈയടിച്ചു. എങ്കിൽ പിന്നെ പതുക്കെ ലൈൻ അങ്ങോട്ട് തുടങ്ങിയേക്ക്, ഞങ്ങൾ കട്ട സപ്പോർട്ട്. അങ്ങനെ സാറയുടെ ഇച്ചായന വളക്കൽ മിഷൻ ആരംഭിച്ചു. അടുത്ത ദിവസം വൈകുന്നേരം ആദ്യം തന്നെ പറമ്പിലെ റബ്ബർ മരങ്ങൾക്കിടയിലൂടെ നടക്കുകയായിരുന്നു. കാലിലെ കെട്ടൊക്കെ മാറ്റി പതുക്കെ നടക്കാൻ തുടങ്ങിയ സാറ മതിലിനടുത്ത് വന്നിന്ന് പതുക്കെ ചൂളം വിളിച്ചു. ആദ്യം തിരിഞ്ഞു നോക്കി. സാറ മതിലിൽ കൈകൾ കുത്തി വളരെ വിനയത്തോടെ ഒരു സുന്ദരി പെണ്ണായി തിളങ്ങി നിൽക്കുന്നു. എന്താണ് ഈ ഉറുമ്പി, കാലിലെ കേടൊക്കെ മാറിയോ, അതോ അടുത്ത വമ്പടിക്കാനുള്ള പ്ലാനുമായിട്ട് വന്നാണോ? ആദ്യം കൈകൾ കെട്ടി ചോദിച്ചു. അയ്യോ ഈ ചായ പഴയതൊക്കെ നമുക്ക് അങ്ങ് മറക്കാം. ഈ ചായ എന്നെ രക്ഷിച്ചല്ലേ, അതിന് നന്ദി പറയാൻ വന്നാ ഞാൻ. സാർ ഒരു കള്ളച്ചിരിയുടെ കണ്ണിഞ്ഞമ്മി കാണിച്ചു. ആദവൊന്ന് അമ്പരന്നു. ഇവൾക്ക് ഇത് എന്തു പറ്റി? എനിക്ക് നിന്നെ നന്ദിയൊന്നും വേണ്ട, നീ വല്ല കുറുമ്പൊപ്പിക്കാതെ വീട്ടിൽ നിന്നാ മതി. ആദം ചാടിയിട്ടു. അതെങ്ങനെ ഈ ചായ, ഈ ചായനെ കാണാണ്ട് എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റാണ്ടായി. സാറ് പതുക്കെ താഴ്ന്ന ശബ്ദത്തിൽ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. ആദത്തിന്റെ കട്ട ഗൗരവമുള്ള മുഖത്ത് ആദ്യമായി ഒരു ചെറിയ ചുവപ്പ് പടർന്നു. അവൻ മീശ പീഠത്തിൽ കൈവച്ച് അല്പം പരിങ്ങി. ഇസായന്റെ സാറ് കോച്ച് ചെല്ല്, ഇവിടെ നിന്ന് അധികം ലൈൻ അടിക്കാൻ നോക്കണ്ട, നടക്കില്ല എന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞടന്നു. പക്ഷേ തിരിഞ്ഞടന്ന ആദത്തിന്റെ ചുണ്ടിൽ ഒരു വലിയ പുഞ്ചിരി വിരിഞ്ഞിരുന്നു. അത് സാറ് കൃത്യമായി കണ്ടു. നടക്കും ഈ ചായോ, നടക്കും. ഈ സാറ് വിചാരിച്ചാലേ ഈ മാളിക്കൽ സിംഹത്തിനെ പൂട്ടും. സാറ് പുറകിൽ നിന്ന് ഉറക്കി വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം കാഞ്ഞിരപ്പള്ളിയിൽ ടൗണിൽ ചെറിയൊരു പെരുന്നാൾ മേള നടക്കുന്ന സമയമായിരുന്നു. നാട്ടുകാരും പെരുന്നാൾ റാലിയൊക്കെയായി ടൗൺ ആകെ അടിയും ബഹളവുമായിരുന്നു. സാറയും മരിയും ആനും കൂടി പെരുന്നാൾ കാണാൻ വേണ്ടി ടൗണിലേക്ക് ഇറങ്ങി. നല്ല വെളുത്ത കേരള സാരിയൊക്കെ എടുത്ത് മുല്ലപ്പൂവും ചൂടിയാണ് സാറ വന്നത്. ഈ ചായനെ കാണാൻ പറ്റുമെന്നൊരു പ്രതീക്ഷ ഉള്ളിലുണ്ടായിരുന്നു. ടൗണിലെ തിരക്കിലൂടെ നടക്കുമ്പോൾ അപ്പുറത്ത് ചില ലോക്കൽ ഗുണ്ടകൾ, പണ്ട് കഫേയിൽ വെച്ച് ആദോടിച്ച രാഹുലിന്റെ കൂട്ടാളികൾ മാറിയുന്ന സാറേയും ഫ്രണ്ട്സിനെയും നോക്കി കമന്റ് അടിക്കാൻ തുടങ്ങി. എടി സാറേ, പണ്ട് കഫയിൽ വെച്ച് ഈ ചായ നാണം കെടുത്തിയവരാ അപ്പുറം നിൽക്കുന്നു, നമുക്കിവിടുന്ന് മാറാം. മരിയ പേടിയോടെ പറഞ്ഞു. ആ പേടി വേണ്ടടി, ഇന്ന് നമ്മുടെ ഇവിടെ ആരും ഇല്ലല്ലോ, അത് മുതലെടുക്കാൻ നോക്കുക അമ്മാര്. ആൻ ചുറ്റും നോക്കി. ആർ തിരിഞ്ഞടക്കാൻ നോക്കിയപ്പോഴേക്കും രണ്ട് ഗുണ്ടകൾ വന്ന് സാറയുടെ മുമ്പിൽ വഴിമുടക്കി നിന്നു. എന്താണ് ചോദിച്ചേ, ഇന്ന് നിന്നെ ഇച്ചാനിയുടെ കൂടെ അന്നാവ വലിയ മാസം കാണിച്ചല്ലേ, ഇന്നൊരു കൈ നോക്കിയാലോ നമുക്ക്? ഒരു ഗുണ്ട സാറയുടെ സാരിയുടെ തലപ്പിൽ തൊടാൻ കൈ നീട്ടി. അവളുടെ ദേഹത്തെങ്ങാനും തൊട്ടാ ആ കൈ ഞാൻ വിട്ടു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.